കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട കാര്യം. ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ വിവിധ സ്ഥലങ്ങളിലെ വോട്ടർമാരുടെ ലിസ്റ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിലൊക്കെ വലിയ അപാകതയുണ്ട്, പല സ്ഥലത്തും യഥാർത്ഥ വോട്ടർമാരില്ല, അങ്ങനെ ഒരു പേരിൽ ആളുകൾ പോലുമില്ല, വീടില്ല തുടങ്ങി പല കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിലെ കൃത്യതയെക്കുറിച്ച് ആശങ്ക ഉളവാക്കുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വോട്ടർ പട്ടിക പരിശോധിക്കുമ്പോൾ ചില വീടുകളിൽ ഒരുപാട് ആളുകൾ, ചില വീടുകളേ ഇല്ല, ആ ഒരുപാട് ആളുകളുടെ രേഖപ്പെടുത്തിയ വീടുകളിൽ അങ്ങനെ ആളുകളില്ല, അങ്ങനെ പറഞ്ഞ് പല പേര്, ഒരാൾക്ക് തന്നെ പല പേരുകളിൽ 2-3 വോട്ടുകൾ തുടങ്ങി വലിയ ആരോപണം. അതായത് ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ വോട്ടർ പട്ടികയിൽ ആളുകൾ കയറി കൂടിയിട്ടുണ്ട് എന്ന രീതിയിൽ ആണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി തന്നെ കഴിഞ്ഞ ദിവസം കുറേ രേഖകളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിച്ചത്. അത് വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്. ആ വിഷയം വരും ദിവസങ്ങളിൽ ചർച്ചകൾക്ക് വഴിവെക്കും എന്നുള്ളതും സത്യമാണ്. അതേസമയം ഇന്ന് കേരളത്തിൽ പക്ഷേ രാഹുൽ ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന കോൺഗ്രസ് അല്ല ഈ വിഷയം ഉന്നയിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഈ വിഷയം ഉന്നയിച്ചത് BJP ആണ്. BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള അനൂപ് ആന്റണിയാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുണ്ട് എന്നതാണ് അനൂപ് ആന്റണി ഉന്നയിക്കുന്ന ആരോപണം. ആ വോട്ടർ പട്ടിക തിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായില്ല എങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വരും എന്നാണ് അനൂപ് ആന്റണി വ്യക്തമാക്കിയിരിക്കുന്നത്. നമുക്ക് ആ വാർത്തയിലേക്കൊന്ന് പോകാം. വോട്ടർ പട്ടികയിലെ ഗുരുതര പിഴവുകൾ ഉടൻ തിരുത്തണമെന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ആവശ്യപ്പെട്ടു. BJP ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ പരിഹരിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും BJP ജനറൽ സെക്രട്ടറി അറിയിച്ചു. തിരഞ്ഞെടുപ്പുകളുടെ അടിസ്ഥാന രേഖയാണ് വോട്ടർ പട്ടിക. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പുറത്തിറക്കിയിരിക്കുന്ന കരട് വോട്ടർ പട്ടികയിൽ ഗുരുതര പിഴവുകളാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പലതും മനഃപൂർവമായ ഇടപെടലിന്റെ ഭാഗമാണെന്നാണ് BJPയുടെ സംശയം. തിരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച് ഇടതുമുന്നണി നടത്തുന്ന ഇരക്കഥയുടെ ഭാഗമാണ് ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയത്. BJP ഉയർത്തിയ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരേ വോട്ടർ ID കാർഡ് ഉപയോഗിച്ച് പലയിടങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് ഗുരുതര ക്രിമിനൽ കുറ്റകൃത്യമാണ്. ആൾമാറാട്ടം, രേഖകളിൽ തിരിമറി കാണിക്കുക തുടങ്ങിയ എല്ലാ കുറ്റങ്ങളും ഇതിന്റെ ഭാഗമായി വരും. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി അടിയന്തരമായി ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണമെന്ന് അനൂപ് ആന്റണി ആവശ്യപ്പെട്ടു. ഒരു ID കാർഡിൽ പലയിടങ്ങളിൽ പല പേരുകളിൽ വോട്ട് ചേർത്തിട്ടുള്ളത് കണ്ടെത്തി. അത് നീക്കം ചെയ്യാനുള്ള നടപടിയും അടിയന്തരമായി സ്വീകരിക്കണം. ഇത് ബോധപൂർവമായ ക്രമക്കേടാണ്. ഒരു തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് പലയിടങ്ങളിൽ വോട്ട് ചേർത്ത ആളുകൾക്ക് നോട്ടീസ് അയച്ച് ആ വോട്ടുകൾ നീക്കം ചെയ്യാനുള്ള തുടർ നടപടികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കണം. തിരുവനന്തപുരം നഗരസഭയിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി ഇന്നലെ BJP പരാതി നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകണം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഉൾപ്പെടെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനുമാണ് BJPയുടെ തീരുമാനമെന്നും ജനറൽ സെക്രട്ടറി അറിയിച്ചു. ഇതിൻ്റെ മറ്റൊരു വശം കൂടി ഞാൻ സൂചിപ്പിച്ചിട്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് തന്നെ വരാം. സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു കയറി ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ട് നിൽക്കുന്നു. സുരേഷ് ഗോപിയുടെ ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇടതുപക്ഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. അതായത് വ്യാപകമായി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയിട്ടുണ്ട് എന്ന്. പൂട്ടിക്കിടക്കുന്ന വീടുകളിലെല്ലാം ആളുകളെ ചേർത്തിട്ടുണ്ട് എന്ന്. പൂട്ടിക്കിടക്കുന്ന വീടുകളിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ താമസിക്കുന്നു എന്ന രീതിയിൽ അവർക്കെല്ലാം വോട്ട് ചേർക്കുകയും അത്തരത്തിൽ ആളുകൾ വന്ന് വ്യാപകമായി വോട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു കയറിയത് എന്ന് പറഞ്ഞ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇടതുപക്ഷം ഒരു പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, സുരേഷ് ഗോപി താമസിച്ചിരുന്ന തൃശ്ശൂരിലെ സ്ഥലത്ത് ഏകദേശം 10-20ലധികം ആളുകളുടെ പേരിൽ വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ ബന്ധുക്കളും എല്ലാം അവിടെയാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞ് വോട്ടുകൾ രേഖപ്പെടുത്തിയിരുന്നു. അവർ വോട്ടുകൾ ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഈ ആളുകളെല്ലാം ഇപ്പോൾ ആ വീട്ടിൽ ആരും താമസമില്ല, ആളുകൾ ആരുമില്ല എന്നുള്ള രീതിയിൽ ഇടതുപക്ഷത്തിൻ്റെ CPIയുടെ പ്രതിനിധി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതായത് സുരേഷ് ഗോപി തന്നെ താമസിക്കുന്ന വീട്ടിൽ കള്ള വോട്ട് ചെയ്യാൻ വേണ്ടി ആളുകളെ ചേർത്തു എന്ന രീതിയിലാണ് ആ പരാതി കൊടുത്തിരിക്കുന്നത്.
അതാണ് ഞാൻ പറഞ്ഞത്, ഈ അനൂപ് ആന്റണിയുടെ പരാതി BJPക്ക് ബൂമറാങ് ആവുമോ എന്നൊരു സംശയമുണ്ട് എന്നുള്ളത്. അനൂപ് ആന്റണി കൊടുത്ത ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ തിരുവനന്തപുരം നഗരസഭയിൽ മാത്രമായിരിക്കില്ല പരിശോധന നടക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഒരു പരിശോധനയ്ക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും? സുരേഷ് ഗോപി മത്സരിച്ച തൃശ്ശൂരിലെ ആ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയും പരിശോധനയ്ക്ക് വിധേയമാക്കും. അപ്പോൾ അടഞ്ഞു കിടക്കുന്ന, കാലങ്ങളായി പൂട്ടിക്കിടക്കുന്ന, ആൾപ്പാർപ്പില്ലാത്ത വീടുകളിൽ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി വോട്ടർമാരെ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ വോട്ടർമാരുടെ ഐഡൻറ്റിറ്റി ഒരിക്കൽ കൂടി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കും എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ വന്നു കഴിഞ്ഞാൽ CPM-ഉം ഇടതുപക്ഷവുമൊക്കെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമുണ്ടെങ്കിൽ സുരേഷ് ഗോപിയുടെ ജയത്തെ പോലും അതൊരു ചോദ്യചിഹ്നമാക്കി ബാക്കിയാക്കും എന്നുള്ളതാണ് വസ്തുത. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയിലെ മുഴുവൻ വോട്ടർ പട്ടികയും പരിശോധിക്കണം. ആ വോട്ടർ പട്ടികകളിലെല്ലാം പലയിടങ്ങളിൽ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു സാധനമാണ് എന്തുകൊണ്ടാണ് ആധാറും വോട്ടർ പട്ടികയും തമ്മിൽ ലിങ്ക് ചെയ്യാത്തത് എന്നുള്ളത്. ബാക്കി എല്ലാ സാധനവും ലിങ്ക് ചെയ്യാൻ, ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്തിന് റേഷൻ വാങ്ങുന്നത് പോലും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയും എല്ലാം മുന്നിട്ടിറങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷന് ആധാർ ഈ വോട്ടർ പട്ടികയുമായിട്ട് ലിങ്ക് ചെയ്യാൻ, വോട്ടർ ID-യുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതാണ് ചോദ്യം. ആധാർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിംഗർ ചെയ്ത മതിയല്ലോ. നമ്മൾ ഏത് ബൂത്തിലാണോ വോട്ട് ചെയ്യേണ്ടത് ആ ബൂത്തിൽ പോയിട്ട് നമ്മൾ ഫിംഗർ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റി അവിടെ വെളിപ്പെടും. നമ്മുടെ ഐഡൻറ്റിറ്റി അതിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഒരു കാരണവശാലും കള്ളവോട്ട് നടക്കില്ല, ഒരു കാരണവശാലും ഡബിൾ എൻട്രി വരില്ല, ഒരു കാരണവശാലും ഇരട്ട വോട്ടിനുള്ള യാതൊരു സാധ്യതകളും അവിടെയില്ല. കഴിഞ്ഞ കുറേ നാളുകളായിട്ട്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പൊന്നുമില്ല, അതിൻ്റെ മുന്നിലത്തെ തെരഞ്ഞെടുപ്പ് തൊട്ടേ, അതായത് ഈ ആധാർ നിർബന്ധമാക്കിയ പല സെക്ഷനുകളുണ്ടല്ലോ, ആ കാലഘട്ടം മുതലേ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇലക്ഷൻ കമ്മീഷന് ആധാർ ഒരു വാലിഡ് പ്രൂഫ് ആയിട്ട് സ്വീകരിക്കുമ്പോൾ അത് ഈ പറഞ്ഞ ID-യുമായിട്ട്, വോട്ടേഴ്സ് ID-യുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ID കാർഡ് ഒന്നും തന്നെ ഇല്ലാതെ പോയി നമ്മുടെ ആധാർ നമ്പറും പറഞ്ഞു കൊടുത്ത് നമ്മൾ ഫിംഗർ വെക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഈ ആരാണ് വോട്ടർ എന്നത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബൂത്തിലിരിക്കുന്ന പല ഏജൻറ്റുമാർക്കും അവരുടെ ആ ഏരിയയിലുള്ള മുഴുവൻ ആളുകളെയും അറിയണം എന്നൊന്നുമില്ല. നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന പല ആളുകളെയും നേരിട്ട് അവിടെ ബൂത്തിലിരിക്കുന്ന ആളുകൾക്ക് അറിയണം എന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കള്ളവോട്ടിനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പം അങ്ങനെ ഇരിക്കെ ഈ ആധാർ ഒരു വോട്ട് ചെയ്യാനുള്ള ഒരു ഉപകരണം, അല്ലെങ്കിൽ വോട്ട് ചെയ്യാനുള്ള ഒരു ID-യായി ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഈ ഫിംഗർ വെച്ചിട്ട് അത് വെരിഫൈ ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി ബൂത്തുകളിൽ ഏർപ്പെടുത്തുകയാണ് എങ്കിൽ, ആധാറാണ് നമ്മുടെ ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് കരുതുകയാണെങ്കിൽ നാട്ടിൽ ഈ പറഞ്ഞതുപോലെ കള്ളവോട്ടുകൾക്കുള്ള സാധ്യതയുണ്ടാവില്ല. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞതുപോലെ വിവാദങ്ങൾക്ക് വഴിയുമുണ്ടാവില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്തരത്തിലുള്ളൊരു പരിശോധന നടത്തുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിൽ വരുന്ന കാലഘട്ടങ്ങളിലെങ്കിലും പരാതികളില്ലാതെ തെരഞ്ഞെടുപ്പുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.